ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡെസേർട്ടിൻ്റെ ഐറ്റമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ കേക്കാണോ എന്ന് ചോദിച്ചാൽ ഇത് കേക്കിൻ്റെ ഏകദേശം ഒരു ടെക്സ്ചറൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കേക്കാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല. പക്ഷേ എന്നാൽ ആ ഒരു എല്ലാം ഏകദേശം ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് പോള എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല പുതുതായി ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും പോലത്തെ ഐറ്റം കൊണ്ടുണ്ടാക്കുന്നത് ഇത്രയും കണ്ട ഭയങ്കര കൈകൊണ്ട് മുറിച്ച് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കടലപ്പരിപ്പ് പോളയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത്. നമ്മൾ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ആ കടലപ്പരിപ്പ് തന്നെയാണ്. അതിപ്പോൾ ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. പിന്നെ നമ്മൾ ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് കുറച്ച് വെള്ളം കൂടെ നമുക്കിത് മുങ്ങി നിൽക്കത്തക്ക രീതിയിലൊന്ന് കുതിരാൻ വയ്ക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് നികക്കുന്ന രീതിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരത്തക വേണം നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാനിപ്പം കുക്കറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു പാനിലിട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ച് നോക്കി നമുക്ക് വേവിച്ചെടുക്കാം. എന്തായാലും മഷി പോലെ രീതിയിൽ വെന്ത് വരരുത്. അത് നോക്കി ഒരു കണക്കിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ 2 വിസിൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഇതിൽ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അത് തുറന്നിട്ട് ഒന്ന് വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കാണ് നമുക്ക് വെന്ത് വരേണ്ടത്. തീരെ അങ്ങ് ഭയങ്കര മഷി പോലെ വേകരുത്. ഇനി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. 5 മുട്ടയാണ് ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ഗാർണിഷിനാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇപ്പോൾ എടുത്തത്. നിങ്ങൾക്ക് 3/4 കപ്പ് വരെ എടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇത് വാർന്ന് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത്തിരി വലിയ മിക്സിയുടെ ജാറാണ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസാണ് എടുത്തത്. ഇനി 1/2 കപ്പ് പാലിൽ 1/4 കപ്പോളം പാൽ നമുക്ക് ഇതിൽ ഒഴിക്കാം കേട്ടോ. ഒഴിച്ച് നമുക്ക് നല്ലപോലെ മഷി പോലെ വന്നിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് തന്നെ അരയണേ. ഈ ഒരു കണക്കിന് നന്നായി തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഓരോ മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം ജാറിപ്പോൾ ചെറുതായതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ 4 മുട്ട ഇതിൽ നിൽക്കുന്നുള്ളേ. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ട ഒന്ന് ചേർത്തിട്ട് ആദ്യം അരച്ച് കൊണ്ടുവരാം, ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം ജാറിത്തിരി വലുതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് നിൽക്കും. പഞ്ചസാര അളവ് ഇതെനിക്കൊരു മീഡിയം മധുരമേ ഉള്ളൂ. നിങ്ങളൊരു 3/4 കപ്പ് 1 കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു കണക്കാണ് വേണ്ടത്. ഇത്തിരി വെള്ളം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാല് ചേർത്താൽ മതി. ഇനി എനിക്കൊരു മുട്ട അവിടെ ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ഇതിലോട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു വിസ്ക് കൊണ്ട് നന്നായി ഒരു മുട്ട കൂടെ ചേർത്തിപ്പം 5 മുട്ടയും ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാമേ. അപ്പോൾ ഈ ബീറ്റിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്ലഫി ആയിട്ടൊന്നും നമ്മൾ കേക്കിന് ചെയ്യുമ്പോൾ പോലെയൊന്നും വേണ്ട. ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാനിപ്പോൾ കുറച്ച് ബാക്കിയിരുന്ന പാലും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അത് വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കി പാല് കറക്റ്റായിട്ട് 1/2 കപ്പ് പാല് നമുക്കിതിലായിട്ടുണ്ട്. ഈ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇത് നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പം ഏലക്കപ്പൊടി എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, കഴിഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഈ കുക്കർ തന്നെ എടുക്കുകയാണ്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. പിസ്തയോ ബദാമോ ഒക്കെ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഈ 2 എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് പാനിനൊന്ന് മാറ്റാം. അപ്പം നെയ്യ് നമുക്ക് ഇത്തിരി കുറച്ച് കൂടുതൽ ഒഴിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ നെയ്യ് തന്നെ നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റുകയാണ് കേട്ടോ.
ഇനി ഈ നെയ്യ് ഈ പാന് ഈ നെയ്യ് ഒന്ന് ചുറ്റി ഒന്ന് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൈഡിലൊക്കെ ഒന്ന് നെയ്യ് പുരളാൻ, അതുകൊണ്ടാണ് നമുക്കൊന്ന് ചുറ്റി ഒന്ന് കറക്കിയെടുത്ത് വയ്ക്കാം. ഇനി ഒരു ദോശക്കല്ല് ഞാനിപ്പോൾ ആ ഇതിൽ വെച്ചിട്ടുണ്ട്, ഏത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ കുക്കർ വെച്ചത് കേട്ടോ. വെച്ചിട്ട് നമ്മൾ ഈ മറ്റേ ബാറ്റർ ഉണ്ടല്ലോ, ഏത് കടലപ്പരിപ്പിൻ്റെ ആ ബാറ്റർ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇനി കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഈ വെയിറ്റ് നമ്മളങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം എടുത്ത് മാറ്റിയിട്ട് ഈ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഇനി വേവിച്ചെടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, ഇതൊരു ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ എടുത്ത് വെച്ച നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് അവിടെയിട്ടൊക്കെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇത് ഈ രീതിയിലാണ് ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ആ എടുത്ത മുഴുവൻ നട്ട്സും റൈസിൻസും ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് എന്ത് നട്ട്സ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഒരു സ്റ്റേജിലാണ് ചേർക്കാൻ, ഇല്ലെങ്കിൽ ഇത് വല്ലാണ്ടങ്ങ് താഴ്ന്ന് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 40-45 മിനിറ്റോളം ആകും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 45 മിനിറ്റ് എനിക്ക് എന്തായാലും ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു സ്ക്വയറായിട്ട് ഞാൻ കുത്തി നോക്കണം. അപ്പം നമുക്ക് സൈഡിലൊന്ന് പറ്റി പിടിച്ചാൽ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അടച്ച് വയ്ക്കാം, അതവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇനി ഞാനിപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് വിടിവിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നെയ്യ് ഒന്ന് ശകലം പുരട്ടിയതുകൊണ്ട് അങ്ങനെ അധികം പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് ഡിമോൾഡ് ചെയ്യാം. പതിയെ ഒന്ന് തട്ടിയാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ മുട്ട ആയതുകൊണ്ട് പതിയെ ഇങ്ങനെ ഇളകി വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കായ്പോളം. പക്ഷേ ശകലം ഞാനിപ്പോൾ കുറേ നേരമായി, അരമണിക്കൂറല്ല, ഏകദേശം 1-1.5 മണിക്കൂർ കഴിഞ്ഞാണിപ്പോൾ തുറന്ന് നോക്കിയത് കേട്ടോ. എനിക്ക് വേറെ കേക്കിൻ്റെ വർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിനിടയിൽ ഇതിൻ്റെ അരി വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മുറിച്ചൊക്കെ നോക്കുകയാണ്. അപ്പം നമ്മൾ വളരെ ഡെലിക്കേറ്റായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം വെച്ചാൽ കടലപ്പരിപ്പൊക്കെ നമ്മൾ കടലപ്പരിപ്പാണോ എന്ന് പോലും ഇത് മനസ്സിലായില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കേക്ക് പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ണം മുറിച്ചിട്ട് ഇതൊക്കെ കണ്ട സൈഡൊക്കെ കണ്ട നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞ് ഞാനിപ്പം ഏലയ്ക്ക ചേർത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അല്ല കടലപ്പരിപ്പിൻ്റെ യാതൊരു ഫ്ലേവറും ഇല്ല. അപ്പം നിങ്ങൾ വേണമെങ്കിൽ വാനില എസൻസ് ചേർത്തപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏലയ്ക്ക തന്നെയാണ് കറക്റ്റ് കേട്ടോ. ആ ഒരു മണം തന്നെയാണ് ഇതിന് കറക്റ്റ്. അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ ഒരു പായസമൊക്കെ വയ്ക്കുന്ന ഒരു മണമാണ് എനിക്ക് വെളിയിൽ കിട്ടിയത്. ഇത് അതിൻ്റെ ആ വിസിലിൽ കൂടെ വന്നപ്പോഴേ എനിക്ക് ആ പായസത്തിൻ്റെ ഒരു മണമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശകലം നേരം എനിക്കിത് അങ്ങനെ അടച്ച് വെച്ചതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. അടച്ച് വെച്ചതിൻ്റെ അതിൽ നിന്നുള്ള വെള്ളം ശകലം ഇറങ്ങിയിട്ടുള്ള പ്രോബ്ലമാണ്, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും റെസിപ്പി പെർഫെക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ റെസിപ്പി മുഴുവനും. അപ്പം ആ മക്കൾക്ക് ഉച്ചയ്ക്ക് ഇത്തിരി സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനായിട്ട് ചായയുടെ കൂടെ കൊടുക്കാൻ വളരെ എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കുട്ടികൾ കേക്കായിട്ട് കഴിക്കാൻ വേണമെങ്കിൽ ഇതിന് ശരിക്കും കേക്കിൻ്റെ കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് പെടുത്താം, അല്ല പുഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താം. എന്തായാലും ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊടുക്കണം. അസാധ്യ രുചി കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും, വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.